ശരിയായ ഇസ്ലാമിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയതാ. സ്ത്രീ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് പോരാത്രേ. അതുകൊണ്ട് കുറച്ചും കൂടെ സ്ത്രീ സ്വാതന്ത്ര്യം എവിടെന്നെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാ. ഇസ്ലാമിലെ സ്ത്രീകളെന്ന് പറഞ്ഞാലേ ഏത് കാലവും ഭയങ്കര സ്വാതന്ത്ര്യമാണ്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ചങ്ങലക്കിട്ട് തളയ്ക്കപ്പെട്ട് തടവറയിൽ പോകേണ്ടവരാണ്. കെട്ടിയോ ചത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ലൈംഗിക അടിമയാണല്ലോ. ലൈംഗിക അടിമയല്ലേ? ആര് ഭരണാധികാരിയുണ്ട്? ഇസ്ലാമിക ഭരണാധികാരി ആരുടെ കൂടെ കിടക്കാൻ പറയുന്നു അവിടെ പോയി കിടന്നോണം. ഇത് കേരള സ്റ്റോറി ഒക്കെ കണ്ടില്ലേ നിങ്ങൾ? അത് റിയൽ ഇസ്ലാം സ്റ്റോറിയാ, റിയൽ സ്റ്റോറിയാ. ഇപ്പൊ അഫ്ഗാനിൽ കണ്ടില്ലേ, ജനല് പോലും പാടില്ല. ലാ തക്തുബൂഹിനൽ കിതാബത്ത്, അവരെ നിങ്ങൾ അക്ഷരം പഠിപ്പിക്കല്ലേ, എഴുത്ത് പഠിപ്പിക്കല്ലേ. വഅല്ലിമൂഹുനൽ ഖയാത്ത തഖീറതുനി, തയ്ച്ചു പഠിക്കട്ടെ. വലാ തുസ്കിനൂഹുനൽ ഖുസൂറ, വർക്ക് വീടിന്റെ മുകളിലെങ്ങും കയറ്റിയേക്കല്ലേ. അപ്പുറത്തവൻ കണ്ണു കാണിച്ചു കൊണ്ടുപോകുമേ. അപ്പോഴും ആ പെണ്ണിനാണോ കുഴപ്പം, അവനാണോ കുഴപ്പം? അയ്യോ, തലച്ചോറില്ലാത്തതാണോ അതോ ഇല്ലെന്ന് ഇവർ അഭിനയിക്കുവാണോ? വെറും പേറ് യന്ത്രം മാത്രമാണ് സ്ത്രീകൾ, കൃഷിയിടമാണ് സ്ത്രീകൾ. മിണ്ടാതെ ഒരു മൂലക്കിരിക്കുക. അതുകൊണ്ടാണ് ഭർത്താവ് മരിച്ചൊരു വല്ലുമ്മ അന്യ സംസ്ഥാനത്ത് പോയി മണ്ണിൽ കളിക്കുന്നു, മൂലക്കിരുന്ന് ദിക്റും സലാത്തും ചൊല്ലിക്കൊണ്ടിരിക്കാതെ. നഫീസുമ്മയുടെ ഭർത്താവ് മരിച്ചു. അവരൊരുപാട് വീട്ടു ജോലിയൊക്കെ ചെയ്ത് 3 മക്കളെയും അന്തസ്സായിട്ട് പഠിപ്പിച്ച് വളർത്തി കെട്ടിച്ചു കൊടുത്തു. ആ മക്കൾക്ക് ഓരോ ലൈഫായപ്പോൾ അവർക്ക് തോന്നി എൻ്റെ ഉമ്മ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് സന്തോഷിക്കണം, അതും എൻ്റെ ചെലവിൽ. ആ കുട്ടികളെ ഉമ്മയെ കൊണ്ട് അവർ സന്തോഷിക്കണത് പിടിച്ചില്ല. ഇസ്ലാമിലല്ലേ നിൽക്കുന്നത്? ഇസ്ലാം സ്ത്രീകളുടെ ശവപ്പറമ്പല്ലേ? ഇസ്ലാമിൽ അങ്ങനെ സ്ത്രീകൾക്ക് ഒരു സന്തോഷമുണ്ടോ? പറ്റില്ല. ലോകത്തിന്റെ മുഴുവൻ സമാധാനവും കവർന്നെടുക്കുന്ന, ലോകത്തിന്റെ മനസാക്ഷിയെ നശിപ്പിച്ച് കളയുന്ന, തകർത്ത് കളയുന്ന ഇസ്ലാം എന്ന ക്യാൻസറിനെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച വ്യക്തിയാണ് ഞാൻ. മരിക്കാൻ ഭയമില്ലാത്തവരെ നിങ്ങൾ എന്ത് പറഞ്ഞാ പേടിപ്പിക്കുക? എന്ത് പറഞ്ഞ് നിങ്ങൾ പേടിപ്പിക്കും മരിക്കാൻ ഭയമില്ലാത്തവരെ? ഇനി മര്യാദയ്ക്ക് സ്വസ്ഥതയിലും സമാധാനത്തിലും ജീവിച്ചു പോകുന്ന ഇന്ത്യയെ ആക്രമിക്കണം പോലും. ഗസ്വായി ഹിന്ദെന്ന് കേട്ടിട്ടില്ലേ? ഇന്ത്യയോട് യുദ്ധം ചെയ്യണമെന്ന്. നാളെ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചാൽ നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങൾ പാകിസ്ഥാന്റെ കൂടെ നിൽക്കും. മനസ്സിലായോ? പാകിസ്ഥാന്റെ കൂടെ നിന്നിട്ട് അവർ ഇന്ത്യക്കെതിരെ പടപൊരുതും. അതവരുടെ ദൗത്യത്തിന്റെ ഭാഗമാണ്. ഇസ്ലാമിക രാജ്യം പടുത്തുയർത്തണ്ടേ? അപ്പോ ഇന്ത്യയോട് ആക്രമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നോക്കാം. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നിയിട്ട് ഒരു കാര്യവുമില്ല. അല്ലെങ്കിലും നിങ്ങളുടെ വെറുപ്പൊക്കെ എനിക്ക് അലങ്കാരം തന്നെയാണ് കേട്ടോ. ഞാനത് പൂമാല പോലെ സ്വീകരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയവുമല്ല. നോക്കാം. ഇസ്ലാമിനെ വിമർശിക്കുന്ന മുഴുവൻ ആളുകളെയും വേട്ടയാടാൻ ഇറങ്ങി തിരിച്ചാൽ കേരളത്തിൽ എത്ര പേരുണ്ടാവും? ഇന്ത്യയിൽ എത്ര പേരുണ്ടാകും? എന്തിനാ സഹിഷ്ണുത? എന്തിനാ സഹിഷ്ണുത? ഇസ്ലാം അത്രമാത്രം ചക്കര മതമാണെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ വേട്ടയാടാനല്ല, പഠിച്ചിട്ട് അവർക്ക് മറുപടി പറയാൻ ഇറങ്ങിത്തിരിക്കേണ്ടത്. അതിന് തലയ്ക്കകത്ത് എന്തെങ്കിലും വേണ്ടേ? എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറെ നാളുകളായി എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാനിവിടെ പറയാം.
ഇത് നമ്മുടെ സമാധാനപ്രിയനായ മുഹമ്മദ് ഇന്ത്യയെ കടന്നാക്രമിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ ഒരു വെളിപാടാണ്. അതെ, ഇന്ത്യ. ഈ വെളിപാടിനെ പറയുന്ന പേരാണ് ഗസ്വ ഇ ഹിന്ദ്. ഗസ്വ എന്ന അറബി വാക്കിന്റെ അർത്ഥം യുദ്ധം, സൈനികാക്രമണം എന്നൊക്കെയാണ്. എന്നാൽ ഇസ്ലാം വന്നതിന് ശേഷമാണ് ഈ വാക്കിന്റെ അർത്ഥം വിശുദ്ധ യുദ്ധം എന്ന നിലയിൽ ഉപയോഗിച്ചു തുടങ്ങിയത്. ഗസ്വ ഇ ഹിന്ദ് എന്ന വാക്ക് ശരിക്കും അറബി അല്ല. അത് ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്ക് നേരെയുള്ള ഒരു വിശുദ്ധ യുദ്ധത്തെയാണ്. ഇസ്ലാമിലെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലൊന്നും ഈ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഇത് മുഹമ്മദ് അവന്റെ അനുയായികൾക്ക് നൽകിയ ചില പ്രവചനങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അത് തീർച്ചയായും മുഹമ്മദ് നബി നൽകിയ സമാധാനം വലിയ തോതിൽ അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മൾ. ഇപ്പം ജിഷ്ണു പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. പുഴ മുതൽ പുഴ വരെ മലബാർ കലാപം 1921 ഈ കേരളക്കരെ അനുഭവിച്ചറിഞ്ഞ ഒരു സമാധാനമുണ്ടല്ലോ. അത് എന്താണ്? റാംസ് വോയിസ് അല്ലേ? റാംസ് വോയിസ്, റാംസ് വ്യൂ എന്നും പറഞ്ഞൊരു ചാനലുണ്ട്, അത് ഇവരടിച്ചു കളഞ്ഞു. റാംസ് വോയിസ് എന്ന് പറഞ്ഞ നമ്മുടെ രാമസിംഹൻ അബൂബക്കർ അദ്ദേഹത്തിന്റെ ചാനലിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇസ്ലാം വാരിക്കോരി വിതറുന്ന സമാധാനം എന്താണ് എന്ന് എല്ലാവരും ഒന്ന് കണ്ടേക്കണേ. സമാധാനം തുളുമ്പുന്നവ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. നമുക്ക് അതിലേക്ക് കിടക്കാം. ഇന്ത്യയെ കീഴടക്കാൻ അല്ലാഹുവിനെ സഹായിക്കുന്ന മുസ്ലിങ്ങളെയും ഈസാ നബിയുടെ കൂടെയുള്ള മുസ്ലിങ്ങളെയും അല്ലാഹു നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കും. ഇതിൽ ഈസാ നബി അല്ലെങ്കിൽ യേശു എന്ന വാക്ക് കേട്ട് തെറ്റിദ്ധരിക്കേണ്ട. ഇസ്ലാം പഠിപ്പിക്കുന്നത് അനുസരിച്ച് ഇസ്ലാമിലെ ഈസാ നബി ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന യേശു അല്ല. ഇസ്ലാമിലെ യേശു ലോകാവസാന സമയത്ത് വരുന്നത് അല്ലാഹുവിന് വേണ്ടി യുദ്ധം ചെയ്യാനും ഇസ്ലാമിലെ ആന്റി ക്രൈസ്റ്റ് ആയ ദജ്ജാലിനെ കൊല്ലാനും കുരിശ് നശിപ്പിക്കാനും, അതായത് ക്രിസ്തുമതത്തെ നശിപ്പിക്കാനും പന്നികളെ എല്ലാം കൊല്ലാനും പിന്നെ എപ്പോഴും ഇസ്ലാമിലുള്ളതുപോലെ യഹൂദരുമായി യുദ്ധം ചെയ്യാനും ഒക്കെയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. ഇവിടുത്തെ പ്രധാന വിഷയം ഇന്ത്യയെക്കുറിച്ചുള്ളതാണ്. ഈ ഹദീസിൽ മുഹമ്മദ് അവന്റെ അനുയായികൾക്ക് വാക്ക് കൊടുക്കുന്നത് ഇന്ത്യ കീഴടക്കി മുസ്ലിം നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന മുസ്ലിങ്ങളെ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കുകയും സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുപോവുകയും ചെയ്യും എന്നാണ്. ഇന്ത്യയെ മാത്രമല്ല ഖുർആൻ പറയുന്നത്, ഈ ലോകം മുഴുവനും അല്ലാഹുവിന്റെ കാൽ കീഴിലാകുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം. പിന്നെ ഇന്ത്യയുടെ കാര്യം പറയാനുണ്ട്. ഓരോ രാജ്യങ്ങളും പിടിച്ചെടുത്ത് അവർ ഇസ്ലാമിക കൊടിനാട്ടി ലോകത്തിന്റെ മുഴുവൻ സമാധാനവും തകർത്തുകൊണ്ട് മുന്നേറുക. സമാധാനം നിറഞ്ഞ പ്രവചനം അല്ലേ? ഇത് മുസ്ലിം പണ്ഡിതന്മാർ അംഗീകരിക്കുന്നതും സഹീഹ് ആയിട്ടുള്ളതുമായ ഒരു ഹദീസാണ്. സുന്നി ഇസ്ലാമിൽ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നുകൂടിയാണ്. നല്ലൊരു ശതമാനം ഷിയാക്കളും ഇത് അംഗീകരിക്കുന്നുണ്ട്. ഇതേ കാര്യം പറയുന്ന ദുർബലമായിട്ടുള്ള ചില ഹദീസുകളും ഉണ്ട്. ആ ഹദീസുകൾ എല്ലാവരും അംഗീകരിക്കുന്നതല്ല. എന്നാൽ ഓതന്റിക് ആയിട്ടുള്ള ഒരു ഹദീസിൽ ഇത് പറയുന്നത് കൊണ്ട് മറ്റു ഹദീസുകൾ ദുർബലമായാലും ഇത് അംഗീകരിക്കേണ്ട ഒന്നാണ്. ചില മുസ്ലിം പണ്ഡിതർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഈ പ്രവചനം പണ്ട് മുസ്ലിമുകൾ ഇന്ത്യയെ കീഴടക്കിയപ്പോൾ പൂർത്തിയായി എന്നാണ്. പക്ഷേ ഭൂരിപക്ഷം ഇസ്ലാമിക പണ്ഡിതരും ഇത് കഴിഞ്ഞ ഒരു സംഭവമാണെന്ന് അംഗീകരിക്കുന്നില്ല. കാരണം മുഹമ്മദ് അന്ന് സംസാരിച്ചത് അന്ത്യനാളുകളിൽ സംഭവിക്കുന്നതിനെ കുറിച്ചായിരുന്നു. എന്റെ അറിവിൽ അത് കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ട് ഇതുവരെയും ലോകം അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് പൊതുവെ അവർ പ്രവാചകൻ പറഞ്ഞത് എന്റെ കാലശേഷം 100 വർഷമൊക്കെ ഇസ്ലാം ഉണ്ടാകുമെന്നാണ്. മുമ്പൊരിക്കല് അത് കഴിഞ്ഞിട്ട് 1400 കേട്ടാ. ഈ ക്ലബ് ഹൗസ് ഒക്കെ തുടങ്ങിയ സമയത്ത് ഒരു ചർച്ച വരികയാണ്. അപ്പൊ ക്ലബ് ഹൗസ് അന്നേരം എല്ലാവർക്കും ആകാംക്ഷയാണല്ലോ എന്താണിത് എന്ന്. അപ്പൊ എത്ര പേർക്ക് വേണമെങ്കിലും ചർച്ച ചെയ്യാം, കേൾക്കാം, അങ്ങനെയൊരു ഇത്. ആ സമയത്ത് ഉസ്താദ് 2 ചോദ്യങ്ങളാണ്. അപ്പം ഞാനാണ് ഡിബേറ്റർ. അപ്പൊ ചോദ്യം ഇതാണ്: ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ തെറ്റാണല്ലോ? തെറ്റാണ്. ഉമ്മയെ വ്യഭിചരിക്കുന്നതാണോ തെറ്റ്, അതോ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണോ തെറ്റ്? പെട്ടെന്ന് തന്നെ ഒരു ഉസ്താദ് മൈക്ക് ഓൺ ചെയ്തിട്ട് പറഞ്ഞു, ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണ് തെറ്റ്. എനിക്ക് മറുപടി ഇല്ലല്ലോ. ഇസ്ലാം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അമ്മയെ വ്യഭിചരിച്ചാലും കുഴപ്പമില്ല. ഈ മതം പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെ വ്യഭിചാരമല്ലേ? നിങ്ങൾക്ക് വ്യഭിചരിക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് പരലോകത്തെ തരുന്ന നില ഞാൻ കൽപ്പിച്ചില്ലേ? EP അബൂബക്കർ ഖാസിമെ പ്രസംഗിക്കുന്നത്. നിങ്ങൾക്ക് കള്ളുപിടിക്കാനുള്ള സൗകര്യം, നിങ്ങൾക്ക് വ്യഭിചരിക്കാനുള്ള സൗകര്യം, എല്ലാ സൗകര്യങ്ങളും പഠിച്ചവരോടെ കാത്തു വെച്ചിട്ട് വേശ്യാലയം ഉണ്ടാക്കിയിട്ട് കാത്തിരിക്കുവാണെന്ന്, വെടിപ്പുര ഉണ്ടാക്കിയിട്ട് കാത്തിരിക്കുവാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനല്ല, ഉസ്താദ് പറയുന്നതാണ്. കേൾപ്പിച്ച് നിങ്ങളെ മടുപ്പിച്ചതുകൊണ്ടും വെറുപ്പിച്ചതുകൊണ്ടും ഞാൻ ഇനി അത് കേൾപ്പിക്കുന്നില്ല. EP അബൂബക്കർ ഖാസിമയുടെ സ്വർഗം എന്ന പ്രഭാഷണത്തിലുള്ളതാ അത്. അടുത്ത ചോദ്യം: നാളെ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ വന്നാൽ നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും? സംശയം എന്താ? മുസ്ലിങ്ങളുടെ കൂടെ. അടുത്ത മറുപടിയാ. ഇവർക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടുന്ന കാര്യമേ ഇല്ല. മണിയായിട്ട് ഇവർക്ക് മറുപടി പറയും. മനസ്സിലായ? അപ്പോൾ ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. ഇസ്ലാം വാരി വിതറുന്നത് സമാധാനമാണ് എന്ന് നമ്മളങ്ങ് ചമ്മയിച്ചേക്കണം. ഇത്രയും ചമ്മയിച്ചില്ലേ? ഇനിയിപ്പോൾ അത് ചമ്മയിക്കുന്നതിന് എന്താണ് പ്രശ്നം? അല്ല, ഇസ്ലാം വ്യഭിചാരം പറഞ്ഞിട്ടില്ല എന്നെങ്ങാനും നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ?
സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗം പലപ്പോഴും കേട്ടതായതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് എടുക്കണ്ട എന്ന് വിചാരിച്ചത്. ഇന്നലെയും ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മുത്തഖികൾക്ക് വേണ്ടിയുള്ള സ്വർഗത്തിന്റെ ഉപമ കുടിക്കുന്നവരും കൊടുക്കുന്നവരും എടുക്കുന്നവരൊക്കെ ഓർത്തോളി. ഇനിയെങ്കിലും തൗബ ചെയ്ത് എത്ര നാൾ എല്ലാം തരും. നിങ്ങൾ കുടിക്കണം, തരുന്നുണ്ട്. ഒന്നും പറയാൻ സമയമില്ല. കുടിക്കാനുണ്ട്, നിങ്ങൾക്ക് വിചരിക്കാനുള്ള സമയ സൗകര്യമുണ്ട്, നിങ്ങൾക്ക് പിന്നെ ഏത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ അള്ളാഹു തരാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട്. എന്ത് കാര്യമാണ് ഇനി ആഗ്രഹിക്കുന്ന മുഴുവൻ അള്ളാഹു തരുന്നുണ്ട്. എപ്പോ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല, ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങോട്ട് വാ, എല്ലാം തരാം. കോച്ച് ഏത് തരത്തിൽ വേണം, ഏത് തരത്തിൽ വേണം? ഹണീബി വേണോ, കൊണ്ടസ വേണോ, വൈറ്റ് മിച്ചീഫ് വേണോ, ഡോക്ടർ വേണോ, പവർ ഹോഴ്സ് വേണോ, കൊണ്ടസ 3XM 8PM ഏത് സാധനം വേണം? ഇതെല്ലാം ഇതൊന്നും ഇവിടുത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഈ ചന്തയേലി. അതായത് അവിടെ പോയിട്ട് നിരന്ന് നിൽക്കുന്ന പെണ്ണുങ്ങളുടെ കഴുത്തിൽ തൂക്കിയിരിക്കുന്ന ടാഗ് നോക്കിയിട്ട് എനിക്കുള്ള പെണ്ണാണെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് ദാവൂദേബിയുടെ സംഗീത കച്ചേരിയും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇഷ്ടമുള്ള മദ്യമൊക്കെ എടുത്ത് കുടിച്ച് ടേസ്റ്റൊക്കെ നോക്കി അവിടെ കിടന്ന് ഉറങ്ങി സുഖിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഇദ്ദേഹം എക്സ്പീരിയൻസ് പറയുക, ഇദ്ദേഹത്തിൻ്റെ അനുഭവം നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെണ്ണുമായിട്ട് വ്യഭിചരിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട്. പിന്നെ മദ്യത്തിൻ്റെ പേരുകളാണ് പറഞ്ഞതില്ല. ഇതൊക്കെ അനുഭവിക്കുന്നവർക്കറിയാം. ഇതൊന്നും എനിക്കിതൊന്നും വശമില്ല, എനിക്കിതൊന്നും ശീലവുമില്ല. അപ്പോൾ ഇതെല്ലാം നൽകാമെന്നാണ് പറഞ്ഞത്. ഇനി എന്ത് പറയുന്നു? ആ സ്വർഗത്തിലേക്കൊന്ന് പോകണ്ടേ നിങ്ങൾക്ക്? എനിക്ക് പോകണ്ട, എന്തായിരുന്നാലും കേട്ടോ, എനിക്ക് വേണ്ട. ആ സ്വർഗം എനിക്ക് താല്പര്യമില്ലാത്ത സ്വർഗമാണ്. ഈ ഹമാസ് ഭീകരവാദികളും ഐസിസ് തീവ്രവാദികളും ഒക്കെയുള്ള പഠിച്ചോൻ തന്നാലും ഞാൻ കാല് പിടിച്ച് പറയും കേട്ടോ, തരല്ലേ പഠിച്ചോൻ്റെ പ്ലീസ്, എനിക്ക് വേണ്ട, വേണ്ടതുണ്ടാ, എനിക്ക് വേണ്ട, അതേ ഞാൻ പറയത്തുള്ളൂ.